മനസ്സന്മാരെ ഞാൻ മജീദാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടുകയാണ്, മലയാളിയും ബംഗാളി തമ്മിൽ 5000 റുപ്യാൻ്റെയും 10,000 റുപ്യാൻ്റെയും വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസത്തിന് എങ്ങനെയാണ് മലയാളി പണിക്കാർക്ക് പിന്നെ ഓരോ വീട്ടുകാർ പണി കൊടുക്കുക? അപ്പോൾ ഈ സുഹൃത്ത് കേൾക്കാൻ വേണ്ടി പറയാണ്, സുഹൃത്തെ, ഈ 10,000 ഈ 5,000 റുപ്യയും ലാഭമല്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ ചില ഇടക്കിടക്ക് പറയുന്നത് എന്താ അറിയോ, ഈ ലാഭത്തിനെ പറ്റിയല്ല. ഈ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എന്ന് വെച്ചാൽ ചില കോൺട്രാക്ടർമാർ ഈ 50,000, 55,000, 60,000 റുപ്യക്ക് എന്ന് വെച്ചാൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും പിന്നെ റേറ്റിന് ഈ ബംഗാളിക്ക് കരാർ കൊടുക്കുകയാണ്. കാരണം കുറച്ച് മുന്നേ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പിന്നെ തേപ്പിന് 80,000 റുപ്യ കരാർ കിട്ടിയിരുന്നു. അന്നൊക്കെ കേരളത്തിൽ കൂലി പറഞ്ഞാൽ പിന്നെ 800 റുപ്യൊക്കെ ആയിരുന്നു, എങ്ങനെ ഒരു മേസ്തിരിക്കൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഏത് അങ്ങാടിയിൽ പോയി ഒരു പണിക്കാരനെ വിളിച്ചാലും ഏതൊരു പണി അറിയാത്ത ആൾക്കും 800 റുപ്യയും ചിലവും കൊടുക്കണ്ടേ? ഞാൻ അത് വെറുതെ പറയില്ലല്ലോ. ഏതൊരു പണി അറിയാത്ത ആൾക്കും 800 റുപ്യ കൊടുക്കണം. പിന്നെ ഒരു മേസനെ കിട്ടുകയെന്ന് വെച്ചാൽ 1000, ചില മേസന്മാർക്ക് വെച്ചാൽ 1000 ചിലവും വെച്ചാൽ വേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞത് 1000 റുപ്യേൻ്റെ മേലേക്ക് ഒരു മേസരിക്ക് പൈസ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ സർക്കാർ പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ട് അതിൽ ലേബർ കമ്മീഷൻ എൻ്റെ വീട്ടിൽ കത്ത് എഴുതിയിരിക്കുന്നത്. അതിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു കേരളത്തിൽ 2019 മുതൽ ഒരു മേസരിക്ക് 890, ഹെൽപ്പർക്ക് 770. ആ കൂലി നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ അടുത്തുള്ള ലേബർ ഓഫീസർ പോയി ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം ജില്ലാ കളക്ടർ പോയി കണ്ടിരുന്നു. അതൊക്കെ പോയി കണ്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. കാരണം ഈ സർക്കാർ പറയണേ 890 അതേമാതിരി 770. ഈ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പണി 50,000, 55,000, 60,000 എടുത്തിട്ട് കൂലി വെക്കണില്ല. കാരണം നമ്മൾ പണി എടുക്കുമ്പോൾ എങ്ങനെയും പണി എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല, പണി വൃത്തിയിൽ എടുക്കണം വേണ്ടേ? എന്നെ സംബന്ധിച്ച് എനിക്ക് കൂലി ഒത്തിട്ടില്ലെങ്കിലും എൻ്റെ പണി ഞാൻ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഞാൻ എടുത്ത് കൊടുക്കൽ. ഇതുവരെ ആരും പണി പിന്നെ വൃത്തിയില്ലാതെ പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പൊന്നാരപ്പെട്ട സുഹൃത്തെ, ഈ 5,000, 10,000 പിന്നെ റുപ്യ ലാഭമല്ല, ഇത് പണിക്കൂലിയാണ്. ഇന്നിത് ചത്ത് ഇങ്ങനെ പണിയെടുക്കുകയാണ് കൂലി വെക്കാത്തതുകൊണ്ട്. അങ്ങനെ ചത്ത് ഇങ്ങനെ പണി എടുത്തിട്ടാണ് എൻ്റെ ഈ കണ്ണിൻ്റെ ഈ പിന്നെ പോളൻ്റെ ഇവിടെ ഈ പെരുകം വരെ കൊഞ്ഞാടി പോയിക്കണ്, സിമെൻറ്റിൻ്റെ അലർജി കൊണ്ട്, അറിയോ? പിന്നെ ഈ കൂലി പിന്നെ എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു വീടിൻ്റെ പണി കിട്ടിയിരുന്നു. പക്ഷേ അത് കൂലി വെക്കാത്തതുകൊണ്ട് ഞാനത് കരാറിന്ന് ഞാൻ പിന്മാറി. ഇനി പണിക്കൂലി വെക്കണ പിന്നെ കരാർ കിട്ടുന്ന പണി മാത്രമുള്ളൂ ഇനി ഞാൻ എടുക്കുക. അല്ലാതെ ഞാൻ ഇതുമാതിരി കൂലി വെക്കാത്ത പണി പോയി എടുത്താൽ ആകെ തല ആകെ ആലോചിക്കാണ്ട് തലയും മനസ്സും ആലോചിക്കാണ്ട് ആകെ കുട്ടിച്ചോറാകും. പറഞ്ഞു വന്നാൽ ചിലപ്പോൾ പിരാന്തന്നെ ആകും, പറയാൻ പറ്റൂല, മനസ്സിൻ്റെ കാര്യമല്ലേ. കാരണം ഈ റേറ്റ് കമ്മിയാക്കി ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി കച്ചവടം ഒരു ബേജാറാണ് മനസ്സിൽ. കടന്നാലും കൂടിയും ഉറക്കം കിട്ടൂല. ഈ കണ്ണിൻ്റെ ഈ സംഭവമായിട്ട് അതിന് തന്നെ ഭയമാരി ഉറക്കം കിട്ടണില്ല. എൻ്റെ ഈ സുഹൃത്ത് കേൾക്കാൻ വേണ്ടി പറയാണ്. കാരണം ആ സുഹൃത്താണ് പിന്നെ പറഞ്ഞത് 10,000, 5,000 റുപ്യ ലാഭമാണ്. ഇത് ലാഭമൊന്നുമല്ല, മനസ്സിലായോ? ലാഭം എങ്ങനെ? ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് 1,00,000 റുപ്യ കിട്ടുകയാണെന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും മെച്ചുണ്ടാവും. മനസ്സിലായില്ലേ? ഇത് 50,000, 55,000 പിന്നെ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പണി എടുത്തിട്ട് എങ്ങനെ വെക്കാനാണ്? പിന്നെ നോക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ആദ്യം വന്ന ചില ബംഗാളികൾ പിന്നെ ഓരോ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയില്ല, ഓരോ നാട്ടിൽ നിന്ന് പണിക്കാർ കൊടുക്കുന്നുണ്ട്, അവർക്ക് റൂം കൊടുക്കുക, പിന്നെ അവർക്ക് ശമ്പളം ഇങ്ങോട്ട് കൊടുക്കുക, 12,000 അതേമാതിരി 13,000 മാസം ശമ്പളമായി കൊടുക്കുക. അപ്പോൾ കരാർ എടുക്കണ ആൾക്ക് കഴിയുമ്പോൾ മെച്ചുണ്ടാവും, കരാർ എടുക്കുന്ന ബംഗാളിക്ക് മെച്ചുണ്ടാവും, കരാർ കൊടുക്കുന്ന മലയാളി കോൺട്രാക്ടർക്ക് മെച്ചുണ്ടാവും. ഈ വീട്ടുകാർക്ക് മെച്ചൊന്നുമില്ല. കാരണം വീട്ടുകാർ ഈ കേരളത്തിലെ മാന്യമായ റേറ്റ് പിന്നെ ഈ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നുണ്ട്, മനസ്സിലായോ? അതിലൊക്കെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പോയാണ് പേടുകയാണ്. കാരണം ഞങ്ങൾ കുറേ റേറ്റിന് പണിയെടുക്കാതെ നിൽക്കും. പിന്നെ കൂലിപ്പണി ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, ചില ടൈമിൽ പണി തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ റേറ്റിന് പോയാണ്ട് എന്നെപ്പോലത്തെ ആൾക്കാർ തല വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാധ്യത എന്ന് പറയാൻ കാരണം. നല്ല ബാധ്യത എനിക്കുണ്ട്. എൻ്റെ ആ കമൻറ്റ് ഈ സുഹൃത്ത് കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കാൻ കാരണം. ഞാനിപ്പോൾ അടുത്ത് തിരുവരങ്ങാടി പോയാണ്ട് ഞാൻ പണിയെടുത്തു. അവിടെ 2 ദിവസത്തെ പണിക്കൂലി എനിക്ക് കിട്ടാനാണ്. അയാളോട് ചോദിച്ചാൽ തരും, പിന്നെ ഇട്ടുതരാം, കുറച്ചായിട്ട് ഇട്ടുതരാം. എന്നുവെച്ചാൽ ലോട്ടറി ഉണ്ടല്ലോ, ലോട്ടറിമാരി നാളെ അറിയാണ്ട്. കാരണം എൻ്റെ പോലെ ഹെൽപ്പറെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഹെൽപ്പറേയും കൊണ്ടുപോയിക്കാണ്ടാണ് ഞാൻ തിരുവരങ്ങാടി പോയി കരുവാരക്കുണ്ട് തിരുവരങ്ങാടി പോയാണ് പണി എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ മമ്പുറം തിരുവരങ്ങാടി പോയി പണി എടുത്തിരിക്കുന്നത്. എൻ്റെ ഹെൽപ്പറെ പണിക്കൂലി ഞാൻ ഇവിടെ എൻ്റെ നാട്ടിൽ ജിഷ്ണു പറയുന്ന ഒരു സുഹൃത്തുണ്ട്, അയാൾക്കിന്ന് തിരുമാറി ചെയ്തുകൊണ്ട് ആ പൈസയിൽ ഞാൻ എൻ്റെ ഒപ്പം എല്ലാ ആളെ കൂലി ഞാൻ കൊടുത്തു. എനിക്ക് ആ കൂലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഞാൻ ഇതുവരെ പണിയെടുത്തിട്ട് ഞാൻ ആർക്കും 5 പൈസ പണിക്കാർക്ക് കൊടുക്കാനില്ല. ഒരു പേര് പണിയെടുത്തുകൊണ്ട് അവിടെ കച്ചറായാണ് പോന്നിട്ടില്ല. അതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് ഇഞ്ച കാര്യം ഇങ്ങനെ പറയുന്നത്.
എന്നിട്ട് ഈ ചങ്ങായി തിരുവനന്തപുരം ചങ്ങായി നാളെ തരാത്തതുകൊണ്ട് നമ്മുടെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിക്കാണ്ട് ഞാൻ പറഞ്ഞു സാറേ കംപ്ലയിൻറ്റ് തരാനല്ല, നിങ്ങൾ വിളിച്ചുകാണ്ട് നിങ്ങളെ പൈസ ഒന്ന് തരാൻ പറയും. എന്ന് വെച്ചാൽ പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇത് കംപ്ലയിൻറ്റ് ആക്കണ്ടായിരുന്നു. കാരണം 2 ദിവസം കൂലിക്ക് കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ നിന്ന് കിട്ടുക. ആ കോടതി തന്നെ ആ കേസിന് പോകാൻ ചിലപ്പോൾ പിന്നെ ഇപ്പോൾ 10,000 രൂപേൻ്റെ ചിലവ് അങ്ങോട്ടാവും. അതുകൊണ്ട് കേസ് ആക്കണ്ട, നിങ്ങൾ വിളിച്ചത് ഇപ്പോൾ പറയുകയാണ്. അയാൾ ഇപ്പോൾ ആ പോലീസുകാർ അവിടെ വിളിച്ചു, കരുവാരക്കുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഈ ചങ്ങായിക്കും വിളിച്ചു. അത് പറഞ്ഞു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കൊടുക്കാറുള്ളൂ. ആ വൈകുന്നേരം കഴിഞ്ഞു. ഇപ്പോഴും തന്നെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് ആ ചങ്ങായിക്ക് വിളിച്ച് പറഞ്ഞു ഇത് ഏതായാലും കേസ് കൊടുത്തല്ലേ, ഇനി കോടതിയിൽ നിന്ന് പൈസ തരാറുള്ളൂ. ഞാൻ പതാർ കരുതിയത് ഞാനിപ്പോൾ അത് കോടതിയിൽ നിന്നല്ല, ഇനി മരിച്ചെന്നാണ് അവർ കോടതി. അപ്പോൾ അവിടുന്ന് കിട്ടിയാൽ മതി എന്നാണ് ഞാനും കരുതിയിരിക്കുന്നത്. കാരണം ഈ ചങ്ങായിക്ക് വിളിച്ചിട്ട് കാര്യമില്ല, ഓനെ പൈസ തരൂല. അങ്ങനെ ഒരാളെ വേർപ്പ് പിന്നെ എടുത്തുകൊണ്ട് തിന്നണ ആളാകാരം. പക്ഷെ അങ്ങനെ തിന്നാലും നേടൂലെന്ന് ആ വ്യക്തി അറിയണം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ. പിന്നെ ചില കോൺട്രാക്ടർമാർ, നല്ല കോൺട്രാക്ടർമാർ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ എല്ലാ കോൺട്രാക്ടർമാരും പറയില്ല. ചില കോൺട്രാക്ടർമാർ ഈ ബംഗാളികളുടെ പൈസ ആ പണി പൈസ ഓർക്ക് എന്തെങ്കിലും ചിലവിന് കൊടുത്തുകൊണ്ട് ആ പൈസ കൊണ്ട് റോൾ ചെയ്യണ പിന്നെ കോൺട്രാക്ടർമാരുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് നല്ല കോൺട്രാക്ടർമാർ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ ചില കോൺട്രാക്ടർമാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ ബംഗാളികളെ പുകയത്തിങ്ങനെ പറയുന്നത്. ഞാൻ ബംഗാളികളെ മോശപ്പെട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ബംഗാളികളും നല്ല പണിക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാവരും പണിയെടുത്താലുള്ള കേരളത്തിൽ നിർമ്മാണ മേഖല മുന്നോട്ട് പോകുക, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ചെറിയ റേറ്റിന് വെച്ചാൽ വീട്ടുകാർക്ക് മാന്യമായ റേറ്റ് മേടിച്ചിട്ട് ഈ ചെറിയ റേറ്റിന് ബംഗാളിക്ക് കൊടുത്തിട്ട് ആ റേറ്റിന് ഞങ്ങളും പണിയില്ലാതെ നിൽക്കുമ്പോൾ പണി പോയി എടുത്തിട്ട് കുറേ ബാധ്യതയിൽ എന്നെ പോലത്തെ ആൾക്കാർ കണ്ടമാനുണ്ട്. അപ്പം എൻ്റെ ആ കമൻറ്റിട്ട സുഹൃത്ത് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോസിൽ ഞാൻ വരാൻ കാരണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ബംഗാളിലും ഇവിടെയും ജീവിത രീതി ഒരേമാതിരിയാണോ? കാരണം ബംഗാളിലൊക്കെ പിന്നെ ഒരാൾക്ക് ഒരു മേസരിക്ക് 450 റുപ്യ കൂലി, ഹെൽപ്പർക്ക് 300-350 റുപ്യ. കാരണം അവിടെ അരി പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അതിന് പിന്നെ വില കമ്മിയാണ്. നമ്മളവിടെ അരി പച്ചക്കറി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ട്. പാലക്കാട് അതേമാതിരി കുട്ടനാട് അരി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അവരുടെ നാട്ടിൽ നിന്ന് വന്നാലുള്ളൂ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് അരി പച്ചക്കറി കിട്ടുക. അതുകൊണ്ടാണ് ഇവിടെ അവിടെ പിന്നെ വിലക്ക് വ്യത്യാസം. പിന്നെ നമ്മുടെ നാട്ടിൽ എന്നുവെച്ചാൽ പിന്നെ പഞ്ചായത്തിൻ്റെ വീട് എന്നുവെച്ചാൽ സർക്കാർ കൊടുക്കുന്ന പിന്നെ വീടിന് 4 ലക്ഷം റുപ്യ ആണ് സർക്കാർ കൊടുക്കുന്നത്. ബംഗാളിൽ പറഞ്ഞാൽ ഈ 4 ലക്ഷത്തിൻ്റെ പകുതി പൈസക്കാണ് സർക്കാർ കൊടുക്കുന്നത്. കാരണം അവിടെ പിന്നെ ഒരു ബംഗാളിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 1 ലക്ഷം റുപ്യേൻ്റെ മേലക്കാണ് മജീദ് ഭായ് ഞങ്ങൾക്ക് ഇവിടെ സർക്കാർ പൈസ തരല് വീട് വെക്കാൻ. അപ്പോൾ ഞാൻ കേരളത്തിൽ പറഞ്ഞു ഇവിടെ 4 ലക്ഷം കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഓന് ഒരു അത്ഭുതപ്പെട്ടുകാണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുക. കാരണം അവിടെ 450 ആണ് ഒരു മേസരിക്ക്, ഇവിടെ 1000 ആണ്. അവിടെ ഹെൽപ്പർക്ക് 350 ആണ്, ഇവിടെ ഹെൽപ്പർക്ക് 800 ആണ്. കാരണം അവിടെ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ്, ഇവിടെ വില കൂടുതലാണ്. കാരണം അവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണം ലോറിയിൽ. ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലത്തെ ജീവിത രീതി. ഓക്കെ.